ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ കിട്ടുന്ന നക്കാപ്പിച്ച കാശുകൊണ്ട് അമ്മയും അരപ്പട്ടിണിയിൽ ജീവിക്കണ്ട. നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. വാ, നമുക്ക് വീട്ടിൽ പോ. ജഗന്റെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് ജന്മ തന്ന ആള് തന്നെ നിൽക്കുമ്പോ ഈ ജഗൻ തോക്കുന്നു. പക്ഷേ താലികെട്ടിയുടെ പിരിഞ്ഞുള്ള ശോഭനമായ ഭാവി ഈ ജഗന് വേണ്ട. അച്ഛനും അപ്പച്ചി ഏൽപ്പിച്ച ഈ ഡിവോഴ്സ് പേപ്പറിന്റെ കഷ്ണം അവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വരുന്നത് വരെ ഞാൻ കിട്ടിയ താലിയിൽ തൊട്ടുപോകരുത്. ആയുഷ്കാലം വരെ എന്റെ അടയാളവും പേര് ജീവിക്കാൻ എന്റെ പെണ്ണിന്റെ കഴുത്തിൽ ഞാൻ ചാർത്തിയ താലി അതെന്നും അവിടെ തന്നെ ഉണ്ടാവണം. വന്ദന ഉപ്പിട്ട ഭാഗം ഞാൻ കീറിയിട്ടില്ല അച്ഛാ. അച്ഛൻ നിന്ന കടലാസിൽ വന്ദനയുടെ കയ്യൊപ്പുണ്ട്. ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഇനി വന്ദനയെ മോചിപ്പിക്കാന്നുള്ള അച്ഛന്റെ വാക്ക് അച്ഛൻ മനസ്സുണ്ടെങ്കിൽ പാലിച്ചാൽ മതി. ഇല്ലെങ്കിൽ വന്ദനയ്ക്ക് വേണ്ടി ജഗൻ കളത്തിലിറങ്ങി പോരാടും. ഞാൻ താലികെട്ട പെണ്ണാവള്. രാഷ്ട്രീയക്കാരനായ അച്ഛൻ തന്നെ ചതിക്കുമെന്ന് അവൻ അറിയായിരുന്നു. അതുകൊണ്ട് അച്ഛന്റെ ദുർബുദ്ധി അവനും കടമെടുത്തു. കരുണാകരക്കുറുപ്പിന്റെ ചോരയിൽ പിറന്നവനാ ജഗൻ. ഇനി അത് ഉറപ്പിക്കാം. നമ്മുടെ പദ്ധതികളുടെ നടുവിനിട്ട് തന്നെ അവൻ പണിഞ്ഞല്ലോടാ. ഇതുകൊണ്ടൊന്നും കുറുപ്പ് തളരില്ല. കുറുപ്പിന്റെ കളി ജഗൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഹലോ, ഈ മാധവൻ നായർ എപ്പോഴാ വരാ? അറിയില്ല സാറേ, ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വണ്ടി കംപ്ലൈന്റ് ആയി എവിടെ കിടക്കണമെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നിന്ന് ആളെ വിട്ടുനിന്ന് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ഞങ്ങൾ ഉണ്ടാക്കാം. ഞങ്ങൾ വണ്ടി നന്നാക്കാൻ വന്നവരൊന്നും അല്ല. ഈ വർക്ക്ഷോപ്പിന്റെ ഉടമയുടെ മക്കളാ ഞങ്ങള്. ഓ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ ഒന്ന് കാണണം. ദേ മാധവേട്ടനും ഭാര്യയും വരുന്നു. വാ. ഹലോ, ഒന്ന് നിന്നേ. ഞങ്ങളെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. എന്നിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോവാ. അതിന് ഞങ്ങൾ എന്ത് വേണം? വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ ഇവിടുത്തെ തൊഴിലാളികൾ ശരിയാക്കി തരുമല്ലോ. വണ്ടിക്കല്ല, മാധവൻ നായരുടെ രീതികൾക്കാ കംപ്ലൈന്റ്. അച്ഛനെന്നില്ല ഞങ്ങളെ ഒഴിവാക്കി കള്ളന്മാരെ പോലെ നടക്കുന്നത്.
സ്വന്തം സഹോദരി ചതിയിപ്പെട്ട് ലോക്കപ്പിൽ കിടക്കുമ്പോ കള്ളന്മാരെ പോലെ മുങ്ങി നടക്കുന്നത് നിങ്ങളല്ലേ? സ്വന്തം സഹോദരിയെ അവഗണിക്കുന്ന സഹോദരന്മാരെ അച്ഛൻ അവഗണിക്കുന്നതിൽ എന്താ തെറ്റ്? അവഗണിച്ചില്ലെങ്കിലാ തെറ്റ്. ഞങ്ങള് ജയിലിൽ പോയി അവളെ കണ്ടിട്ടാ വരുന്നത്. നിങ്ങൾ പോയി കണ്ടോ? അത് പിന്നെ മയക്കുമരുന്ന് കേസല്ലേ ചേച്ചി പ്രതിയായിരിക്കുന്നത്. നാണക്കേട്, പുറത്തിറങ്ങാൻ വയ്യാത്ത സ്ഥിതിയാ. അതാ കാണാൻ പോവാതിരുന്നത്. ഇതിനൊക്കെ കാരണം ജഗന്റെ കയ്യിലിരിപ്പാ. വെറുതെ അതും ഇതും പറഞ്ഞ് വയസ്സായ ഞങ്ങളോട് പ്രശ്നം ഉണ്ടാക്കാൻ വരരുത്. ഞങ്ങളിപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ. നിങ്ങളുടെ ശല്യം കൊണ്ട് പൊറുതി മുട്ടിയപ്പോഴല്ലേ വീട് വിട്ടിറങ്ങിയത്. എന്നിട്ടും പിന്തുടർന്ന് വന്ന് എന്തിനാ ഉപദ്രവിക്കുന്നത്? ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടൂടെ? അങ്ങനെ അവസാന കാലത്ത് പ്രായമായ അച്ഛനമ്മമാരെ അവരവരുടെ വഴിക്ക് ഒളിച്ചോടാൻ വിടുന്നതല്ലല്ലോ മര്യാദ. അതുമല്ല നാട്ടു നടപ്പും. ഞങ്ങളെ മക്കൾക്ക് ചില കടമകളൊക്കെ ഉണ്ട്. ആവത് കെട്ട കാലത്ത് അച്ഛൻ വർക്ക്ഷോപ്പിലൊന്നും പണിയെടുക്കണ്ട. അങ്ങനെ കിട്ടുന്ന നക്കാപ്പിച്ച കാശുകൊണ്ട് അമ്മയും അരപ്പട്ടിണിയിൽ ജീവിക്കണ്ട. നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. വാ, നമുക്ക് വീട്ടിൽ പോ. മരുമോള് ഹരിതയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എനിക്ക് 100 വട്ടം സമ്മത. അവിടെ കഴിഞ്ഞപ്പോഴല്ലേ ജീവിത സുഖം എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. എന്റെ മരുമോൾ എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് ശ്വാസം മുട്ടിച്ച് കളഞ്ഞില്ലേ? ഇനി പ്രകാശന്റെ ചെലവില് അവന്റെ വീട്ടിൽ കഴിയാനാണെങ്കിൽ എനിക്കും സമ്മതം. ഓ, അവൻ എന്നെ തറയിൽ നിർത്താതെ ത്രിശങ്കു സ്വർഗത്തിൽ കയറ്റിയല്ലേ പരിപാലിച്ചത്. അങ്ങനെ നിങ്ങളെ വേർപിരിച്ചു നിർത്തി ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഞങ്ങള്. അത് സമ്മതിക്കുന്നു. അച്ഛാ, അമ്മേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നത് പ്രകാശന്റെ വീട്ടിലായിരിക്കും. അവിടത്തെ ഗ്രഹനാഥ സുചിത്രയാണല്ലോ. അവള് നിങ്ങളെ ഒരു തരത്തിലും ഉപദ്രവിക്കില്ലാന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും വിശ്വാസമുണ്ടല്ലോ. പിന്നെ ഞാനാണ് പ്രശ്നം. ഞാൻ നിങ്ങളെ ഒരു തരത്തിലും ഉപദ്രവിക്കില്ല എന്ന് ഞാൻ എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങളുടെ ഒരു മാസത്തെ ചെലവ് പ്രകാശേട്ടൻ വഹിക്കുമെങ്കിൽ അടുത്ത മാസത്തെ ചെലവ് കൃത്യമായി ഞാൻ വഹിച്ചിരിക്കും. മാനത്തെ കൊട്ടാരം